ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഭരണകൂടത്തിന്റെ ഏറ്റവും അഭിമാനമായ മുഖം എന്ന് പറയുന്നത് എപ്പോഴും പോലീസ് സേനയാണ്. സാധാരണക്കാരനായ ഒരു പൗരൻ ഭരണകൂടവുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും തൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കടന്നു ചെല്ലുന്നതും പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വകുപ്പിൽ നടക്കുന്ന ഏത് ഭരണപരമായ മാറ്റവും സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ അധികാരത്തിലേറിയ പുതിയ UDF സർക്കാരിൻ്റെ ആദ്യകാലത്തെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങളിലൊന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ അടിത്തട്ട് മുതൽ വമ്പൻ അഴിച്ചുപണികൾക്കാണ് പുതിയ സർക്കാർ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇൻസ്പെക്ടർമാർക്ക്, അതായത് CI നൽകിയ രീതി പൂർണ്ണമായും ഉടച്ചുവാർക്കാനാണ് പുതിയ തീരുമാനം. പകരം വർഷങ്ങളായി കേരള പോലീസിൽ നിലനിന്നിരുന്നതും കൂടുതൽ പ്രായോഗികമായി തെളിയിക്കപ്പെട്ടതുമായ സബ് ഇൻസ്പെക്ടർമാർക്ക്, അതായത് SI സ്റ്റേഷൻ ഭരണം നൽകുന്ന പഴയ സർക്കിൾ സംവിധാനം തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സംസ്ഥാന പോലീസ് മേധാവി DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കിയ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെറുമൊരു ഭരണമാറ്റം എന്നതിലുപരി കേരളത്തിലെ ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണ രംഗത്തും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. ഈ മാറ്റത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളും മനസ്സിലാക്കണമെങ്കിൽ മുൻ സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരത്തിന്റെ പശ്ചാത്തലം നാം പരിശോധിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് കേരളത്തിലെ 480ഓളം പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഥവാ SHO എന്ന പദവി ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകാൻ തീരുമാനിച്ചത്. കുറ്റാന്വേഷണത്തിന്റെ നിലവാരമുയർത്തുക, സ്റ്റേഷൻ ഭരണത്തിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ദേശീയ തലത്തിലുള്ള ചില മാതൃകകൾ അനുകരിച്ച് ഈ പരിഷ്കാരം അന്ന് നടപ്പിലാക്കിയത്. എന്നാൽ പ്രായോഗിക തലത്തിൽ ഈ തീരുമാനം വലിയ പ്രതിസന്ധികളാണ് സേനയ്ക്കുള്ളിൽ സൃഷ്ടിച്ചത്. അതുവരെ 2 സ്റ്റേഷനുകളുടെയോ അതിലധികമോ പ്രദേശങ്ങളുടെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാർ ഒരു സ്റ്റേഷന്റെ മാത്രം 4 അതിരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി. ഇതോടെ VIP ഡ്യൂട്ടികൾ, അതിർത്തി തർക്കങ്ങൾ, പെറ്റി കേസുകൾ, സ്റ്റേഷനിലെ ദൈനംദിന ഭരണപരമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് പിന്നാലെ പോകാൻ CI നിർബന്ധിതരായി. ഇത് യഥാർത്ഥത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തെ സാരമായി ബാധിച്ചു. മാത്രമല്ല, അതുവരെ സ്റ്റേഷനിലെ അനിഷേധ്യ നേതാവായിരുന്ന SI അധികാരം നഷ്ടപ്പെടുകയും അത് സേനയുടെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുകയും ചെയ്തു. ഈ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് പുതിയ ആഭ്യന്തര വകുപ്പ് പഴയ രീതിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ അഴിച്ചുപണിയുടെ ഏറ്റവും ശാസ്ത്രീയമായ വശം എന്നത് അത് നടപ്പിലാക്കാൻ പോകുന്ന മാനദണ്ഡമാണ്. എല്ലാ സ്റ്റേഷനുകളിലും SI ഭരണം നൽകുന്നതിന് പകരം സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കുന്നത്. DGP റവാഡ ചന്ദ്രശേഖർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം പ്രതിവർഷം 3000-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പ്രധാന സ്റ്റേഷനുകളിൽ മാത്രം ഇൻസ്പെക്ടർമാർ SHOമാരായി തുടരും. അതായത് A ക്ലാസ് കാറ്റഗറിയിൽ വരുന്ന നഗരമധ്യത്തിലുള്ളതും എപ്പോഴും തിരക്കുള്ളതുമായ സ്റ്റേഷനുകളിൽ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള നിയന്ത്രണം അനിവാര്യമാണ്. എന്നാൽ B-C ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന, അതായത് 1000-ൽ താഴെയും അതിൽ അല്പം കൂടുതലായി മാത്രം കേസുകൾ വരുന്ന ഗ്രാമീണ അർദ്ധനഗര സ്റ്റേഷനുകളുടെ പൂർണ്ണ ചുമതല SI തിരികെ ലഭിക്കും. ഈ മാറ്റം വരുന്നതോടെ 2 സ്റ്റേഷനുകൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ പഴയ സർക്കിൾ സംവിധാനം പുനർജനിക്കും. ഇത് താഴെത്തട്ടിലുള്ള പോലീസിംഗിനെ കൂടുതൽ കാര്യക്ഷമമാക്കും. ജനങ്ങളുമായി നേരിട്ടിടപഴകുന്ന SI കൂടുതൽ ഉത്തരവാദിത്തം ലഭിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും മേൽനോട്ടം വഹിക്കാനും CI സാധിക്കുകയും ചെയ്യും. ഒരേ സ്റ്റേഷനിൽ CIയും SIയും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധികാര തർക്കങ്ങൾക്കും ഈഗോ പ്രശ്നങ്ങൾക്കും ഇതോടെ പൂർണ്ണമായും അവസാനമാകും. ഈ പരിഷ്കാരത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം ഇതുവഴി അധികമായി വരുന്ന ഇൻസ്പെക്ടർമാരെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ്. സ്റ്റേഷൻ ഭരണത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന CIമാരെ വെറുതെ ഇരുത്താനല്ല പുതിയ സർക്കാർ ഉദ്ദേശിക്കുന്നത്. മറിച്ച് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും സങ്കീർണമായ കുറ്റാന്വേഷണ മേഖലകളിലേക്ക് അവരെ മാറ്റി നിയമിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. സൈബർ കുറ്റകൃത്യങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന പോക്സോ കേസുകളും കൈകാര്യം ചെയ്യുന്ന ഡിവിഷനുകളിലേക്കായിരിക്കും ഇവരെ പ്രധാനമായും നിയോഗിക്കുക. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കേരളത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും ഡീപ് ഫേക്ക് പോലെയുള്ള ആധുനിക കുറ്റകൃത്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തിപ്പെടുത്തലുകളും വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ സാങ്കേതിക പരിജ്ഞാനത്തിനോടൊപ്പം ദീർഘനേരത്തെ സമയവും ആവശ്യമാണ്. ദൈനംദിന സ്റ്റേഷൻ ഡ്യൂട്ടിക്കിടയിൽ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നത് അസാധ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന പോക്സോ കേസുകളിൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും കർശനമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. തികഞ്ഞ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തുമുള്ള ഉദ്യോഗസ്ഥർ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇവ. മുതിർന്ന ഇൻസ്പെക്ടർമാരെ ഇത്തരം സ്പെഷ്യലൈസ്ഡ് വിങ്ങുകളിലേക്ക് മാറ്റുന്നത് അന്വേഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സഹായിക്കും. ഇത് പോലീസ് സേനയുടെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുന്ന വളരെ
വളരെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്. ഇതുകൂടാതെ പുതിയ സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയ്ക്കെതിരെ അതിശക്തമായ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനും DGPയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശങ്ങളുണ്ട്. MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ കേരളത്തിലെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും എത്രത്തോളം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി മാത്രം 20ഓളം പുതിയ കർമ്മ പദ്ധതികളാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. SIമാർക്ക് സ്റ്റേഷൻ ചുമതല തിരികെ ലഭിക്കുന്നതോടെ പ്രാദേശിക തലത്തിലുള്ള ലഹരി വിൽപ്പനക്കാരെയും ഏജന്റുമാരെയും കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും കൂടുതൽ എളുപ്പമാകും. കാരണം ഒരു ഇൻസ്പെക്ടറേക്കാൾ ഒരു പ്രദേശത്തെ ജനങ്ങളുമായും യുവജനങ്ങളുമായും കൂടുതൽ അടുത്തു നിൽക്കുന്നത് SIമാരായിരിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും സഹായത്തോടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ലഹരി മാഫിയയുടെ വേരറക്കാൻ പുതിയ അധികാര വികേന്ദ്രീകരണം പോലീസിനെ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ ഭരണപരമായ തീരുമാനങ്ങൾക്കും അതിൻ്റെതായ ചില വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടേണ്ടി വരും. സ്റ്റേഷൻ ഭരണം SIമാരിലേക്ക് തിരികെ എത്തുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ SIമാരെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾ നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ശക്തമായ ഒരു സർക്കിൾ സംവിധാനം മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ SIമാരുടെ വീഴ്ചകളെയും വഴിവിട്ട നീക്കങ്ങളെയും കൃത്യമായി തടയാൻ കഴിയും എന്നതാണ് ഇതിനുള്ള മറുപടി. കൂടാതെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടിയതുകൊണ്ട് തന്നെ പഴയതുപോലെ സ്റ്റേഷനുകളിൽ ഏകപക്ഷീയമായി പെരുമാറാൻ ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് സാധിക്കില്ല. ജനങ്ങൾക്ക് പരാതി നൽകാനും ഉദ്യോഗസ്ഥരുടെ സേവനം വിലയിരുത്താനും ഇന്ന് നിരവധി ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അധികാര ദുർവിനിയോഗം എന്ന പേടിക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല. ചുരുക്കത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെ ചുക്കാൻ പിടിക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖരനെ പോലെ അനുഭവ സമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വരുന്ന ഈ പരിഷ്കാരങ്ങൾ കേരള പോലീസിനെ കൂടുതൽ ജനകീയവും അതേസമയം കൂടുതൽ പ്രൊഫഷണലും ആക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിലപ്പെട്ട സമയവും ഊർജ്ജവും എവിടെയാണ് ചിലവഴിക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ നിർവചനമാണ് പുതിയ തീരുമാനത്തിലൂടെ സർക്കാർ നൽകുന്നത്. ഗുരുതരമായ കേസുകൾ അന്വേഷിക്കാൻ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും ജനകീയ പ്രശ്നങ്ങളിൽ ഓടിയെത്താൻ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സബ് ഇൻസ്പെക്ടർമാരുമടങ്ങുന്ന ഈ പഴയ ഫോർമുല പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരുപക്ഷെ ഏറ്റവും അനുയോജ്യമായ ഒന്നായിരിക്കാം. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ ആകെ ആവശ്യമാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ വരാൻ പോകുന്ന ഈ മാറ്റങ്ങൾ ഒരു സാധാരണ പൗരന് കൂടുതൽ വേഗത്തിൽ നീതി ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങൾ കുറയാനും കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേവലം റാങ്കുകളുടെയും അധികാരത്തിന്റെയും മാറ്റത്തിനപ്പുറം ജനങ്ങൾക്ക് നിർഭയരായി ജീവിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ ഈ അഴിച്ചുപണിക്ക് സാധിക്കുമോ എന്നാണ് കാലം തെളിയിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.